ദോഹ സമ്മേളനത്തിൽ ഇസ്രായേലിനെ കടന്നാക്രമിച്ച് ഖത്തർ പ്രധാനമന്ത്രി. ദോഹയ്ക്കെതിരായ ആക്രമണം ഭരണകൂട ഭീകരതയാണ്. ഈജിപ്തും യുഎസുമായി ചേർന്ന് സമാധാന ശ്രമങ്ങൾ തുടരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആക്രമണവും ഭീരുത്വവും വഞ്ചനയുമെന്ന് അറബ് ലീഗ് അധ്യക്ഷൻ പ്രതികരിച്ചു. ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്തണമെന്ന് OIC നേതാക്കൾ പറഞ്ഞു. ദോഹയിൽ നിന്ന് മുഹമ്മദ് അബ്ബാസ് ചേരുന്നുണ്ട്. അബ്ബാസ്, വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നുണ്ട്. ഇന്ന് നടന്ന മന്ത്രിമാരുടെ മീറ്റിംഗിൽ നാളെ ഉച്ചകോടി നടക്കാനിരിക്കുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമന്ത്രിയൊപ്പം ഇന്നിപ്പോൾ മീറ്റിംഗിൽ പങ്കെടുത്തവരുമൊക്കെ പ്രഖ്യാപിക്കുന്നത്? പ്രധാനമായും ഇന്ന് നമുക്ക് നേരത്തെ അറിയാവുന്നത് പോലെ തന്നെ ഖത്തറിലെ വിദേശകാര്യമന്ത്രിമാരുടെ അറബ് വിദേശകാര്യമന്ത്രിമാരുടെ കൂടിക്കാഴ്ചയാണ് നടന്നത്. അഥവാ നാളെ അടിയന്തര ഉച്ചകോടിയിൽ അവതരിപ്പിക്കാനുള്ള കരട് പ്രമേയത്തിലെ ചർച്ചയായിരുന്നു. ആ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഖത്തർ പ്രധാനമന്ത്രിയും അതുപോലെ OIC അറബ് ലീഗും ഒക്കെ നേതൃത്വങ്ങളൊക്കെ സംസാരിച്ചത്. ഇന്ന് സംസാരിച്ച ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ജാസിം അൽ താനി ഖത്തർ ഇസ്രായേലിൽ നടത്തിയ ആക്രമണം ഭരണകൂട ഭീകരതയാണ് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയുണ്ടായി. അതുപോലെ അദ്ദേഹം ഖത്തറിന്റെ പരമാധികാരത്തിന് മേലുള്ള ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്. ഇങ്ങനെ നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ ഇന്നത്തെ ചർച്ചയിൽ അദ്ദേഹം ആവർത്തിച്ചു. അതോടുകൂടെ തന്നെ പ്രധാനപ്പെട്ടതായി നമുക്ക് തോന്നിയൊരു കാര്യം, മധ്യസ്ഥ ശ്രമങ്ങൾക്ക് മേലാണ് ഇസ്രായേലിന്റെ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ വെറും ഖത്തറിലെ ഒരു സ്ഥലത്തിന് മുകളിൽ മാത്രമല്ല ആക്രമണം നടന്നിട്ടുള്ളത്. ഈ മധ്യസ്ഥ ശ്രമങ്ങളുടെ ഖത്തർ നടത്തുന്ന ഇത്തരം ശ്രമങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്നത് കൂടിയായി ഈ ആക്രമണം എന്ന് പറയുന്നു. എന്നാൽ അതിൽ തന്നെ അദ്ദേഹം പ്രധാനമായി പറഞ്ഞൊരു കാര്യം, ഇതുകൊണ്ടൊന്നും ഞങ്ങളെ നിശബ്ദമാക്കാമെന്ന് കരുതേണ്ട. ഇസ്രായേലിൽ നിന്ന് പലസ്തീന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കുന്നത് ഞങ്ങളുടെ പ്രതിബദ്ധതയാണ്. അതിനുള്ള സംഭാഷണങ്ങൾ, അതിനുള്ള ശ്രമങ്ങൾ. ശരി അബ്ബാസ്, ഇന്ന് ചേർന്ന വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലാണ് ഖത്തറിനെതിരെ കടന്നാക്രമണം നടത്തിയിരിക്കുന്നത് ഖത്തർ പ്രധാനമന്ത്രി. നാളെയാണ് ഉച്ചകോടി നടക്കുന്നത്.